സൂക്ഷ്മദർശിനി MC ജിതിൻ സംവിധാനം ചെയ്ത് നസ്രിയ നസീം, ബേസിൽ ജോസഫ്, ദീപക് പറമ്പോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒറ്റ വാക്കില് നല്ല കിടിലൻ ത്രില്ലർ, കിടിലൻ സ്ക്രിപ്റ്റ്, നസ്രിയയുടെ ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു. അതുപോലെ ബേസിൽ ജോസഫ്, സിദ്ധാർത്ഥ് ഭരതൻ ഒക്കെ പൊളിയാണ്. എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്റെ ഒരു ടേസ്റ്റിലുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടോ. റിവ്യൂസ് ഒന്നും നോക്കണ്ട. ഇനിയുള്ള എന്റെ റിവ്യൂ ഭാഗങ്ങളും ഇനി അങ്ങോട്ട് നിങ്ങൾ കാണണ്ട എന്ന് ഞാൻ പറയാം. കാരണം എന്തെങ്കിലും ചെറിയ ഒരു സ്പോയിലർ വന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു ആസ്വാദനം കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. ഇതൊക്കെ ഒന്നും അറിയാതെ ഒരു ധാരണയും ഇല്ലാതെ തിയേറ്ററിൽ കണ്ടാൽ കിട്ടുന്ന ആ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. സോ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, നഷ്ടമൊന്നും വരില്ല, വെർത്ത് വാച്ച് ആണ്. അതിനുശേഷം നിങ്ങൾ ഈ റിവ്യൂ ബാക്കിയുള്ള ഭാഗം കണ്ടാലും മതി. ഞാൻ മനഃപൂർവ്വം ഇതിൽ കൂടുതലായിട്ട് സ്പോയിലേഴ്സ് ഒന്നും വരുത്താൻ ശ്രമിച്ചിട്ടില്ല. എങ്കിലും അറിയാതെ വന്നെങ്കിലോ എന്നോർത്താണ് ഈ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. വിശദമായിട്ട് ഇനി പറയുകയാണെങ്കിൽ, സത്യത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ചെറിയ മിസ്റ്ററി മൂഡിലുള്ള ഒരു കോമഡി പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ ഒരു കംപ്ലീറ്റ് ത്രില്ലർ ഫീൽ വന്നു. ആൻഡ് പടം ഇന്ന് കണ്ടപ്പോൾ അതൊരു കിടിലൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അനുഭവമായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു ഹിച്ച്കോക്ക് സ്റ്റൈലിലുള്ള കഥ നമ്മുടെ സത്യൻ അന്തിക്കാടിന്റെ കഥാപശ്ചാത്തലത്തിൽ നടന്നാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ പടം എന്ന് പറയാം. ഈ പടത്തിന്റെ പേര് എത്ര അർത്ഥവത്താണെന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇപ്പോൾ സൂക്ഷ്മദർശിനി മീൻസ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ ഞാനൊക്കെ കൊച്ചിലെ ഒരുപാട് ഷെർലക് ഹോംസിന്റെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഇപ്പോ ചെമ്പൻ മുടിക്കാരുടെ സംഘം, മുച്ചിറിയൻ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പം അതില് ഷെർലക്കിന്റെ ഒരു അന്യായ നിരീക്ഷണ പാഠവും അത് ദൈവമേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊച്ചിലേക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഒരു ഡിറ്റക്റ്റീവിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഗുണമാണ് ഈ നിരീക്ഷണ പാഠവും അല്ലെങ്കിൽ ഒബ്സർവേഷൻ സ്കിൽസ്. അത് കിട്ടിയ ഒരു കഥാപാത്രമാണ് ഇതിലെ നായികയായ പ്രിയദർശിനി. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവളുടെ ആ ഒരു സൂക്ഷ്മ നിരീക്ഷണ പാഠവുമാണ് ഈ പടത്തിന്റെ പേരെന്ന് പറയാം. അത് പ്രിയദർശിനി എന്ന പേരിനോട് ബ്ലെൻഡ് ചെയ്തപ്പോൾ സൂക്ഷ്മദർശിനിയായി മാറി, മൈക്രോസ്കോപ്പ് എന്ന അർത്ഥവുമായി. സോ ഇതിന്റെ ടൈറ്റിൽ ഈസ് സോ മീനിങ്ഫുൾ. സോ ആക്ച്വലി പ്രിയദർശിനിയുടെ അന്വേഷണങ്ങളാണ് ഈ പടത്തിന്റെ കഥ. കിടിലൻ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഡയറക്ടർ MC ജിതിൻ, അതുപോലെ അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB ഇവർ ചേർന്നാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ കത്തി കയറുന്ന രീതിയിലുള്ള ത്രില്ലർ. പയ്യെ ഇങ്ങനെ തീ കൂടെ കൂട്ടി അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരു തിരക്കഥയുടെ സ്വഭാവം. അത് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പെട്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും തിരക്കഥയുടെ മികവാണ്. അത്തരത്തിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയാണ് പടത്തിലുള്ളത്. അതുപോലെ ഫസ്റ്റ് ഹാഫിലെ വളരെ നിസ്സാരപ്പെട്ട പല കാര്യങ്ങളും കറങ്ങിത്തിരിഞ്ഞ് അവസാനമാകുമ്പോഴേക്കും കഥയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണിച്ചതൊക്കെ സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് ആണ്. പെർഫോമൻസിൽ ആദ്യം തന്നെ പറയേണ്ടത് നസ്രിയുടേതാണ്. നസ്രിയ സ്ഥിരമായിട്ട് അഭിനയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇത്രയും നല്ലൊരു നടിയാണ്. വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്, ടാലന്റും വേസ്റ്റ് ആക്കരുത്. വർഷത്തിൽ ഒരു പടമെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഒരു സിനിമയെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ സ്വന്തം തോളിലേറ്റാൻ കെൽപ്പുള്ള ഒരു നായികയാണ് നസ്രിയ. ഇപ്പൊ കുസൃതിയുള്ള അതേസമയം നിരീക്ഷണ പാഠവുമുള്ള ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഒബ്സസ്ഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലെ പ്രിയദർശിനി. അതിന്റെ എല്ലാ ഷെയ്ഡ്സും നസ്രിയ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് നസ്രിയ. ഇനി ബേസിലിന്റെ കാര്യം പറഞ്ഞാൽ, ഇതുപോലെയുള്ള റോളുകളൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം അതിന് ബേസിൽ ജോസഫിനെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ. അല്ല, ഇപ്പോൾ എല്ലാ നായകന്മാരും ഇമേജ് നോക്കാതെ എല്ലാത്തരം റോളുകളും ചെയ്യും. ഒരു നല്ല നടനാണെങ്കിൽ അങ്ങനെ ചെയ്യണം. താൻ ഒരു മികച്ച നടനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ബേസിൽ ഇതിലെ മാനുവൽ എന്ന ക്യാരക്ടറിലൂടെ. ഇമ്മാനുവലാണോ? അതുപോലെ തന്നെ ദീപക് പറമ്പോൾ ഒരു ഹീറോ ആകാനുള്ള ലുക്കും കഴിവും ഒക്കെയുള്ള നടനാണ്. മലയാള സിനിമ നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. മിക്കവാറും സപ്പോർട്ടിംഗ് റോളുകളിലാണ് വരാറുള്ളത്. അങ്ങനെ സപ്പോർട്ടിംഗ് റോളിൽ ഒതുങ്ങേണ്ട ഒരു താരമല്ല. ഇതിലൊരു ഹീറോ അല്ല, പക്ഷെ ശക്തമായ സപ്പോർട്ടിംഗ് കഥാപാത്രമാണ്. ഒരു പ്രൗഡ് ഫീലോടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതിൽ ഡയലോഗ് ഒന്നും പറയാതെ തന്നെ ആ ക്യാരക്ടറിന്റെ ഉള്ളിലുള്ള ആ ഒരു അഭിമാനം, ആ ഒരു ഫീലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാരുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതുണ്ട്. സ്പോയിലർ ആകും എന്നുള്ളതുകൊണ്ട് ഞാൻ ആരാണെന്ന് പറയുന്നില്ല. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ ബേസിലിന്റെ അമ്മയായിട്ട് വന്ന മനോഹരി ജോയ്, ഒരു അന്യായ റോളിൽ വന്ന സിദ്ധാർത്ഥ് ഭരതൻ, സ്റ്റെഫി ആയിട്ട് വന്ന മെറിൻ ഫിലിപ്പ്, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, പിന്നെ കോട്ടയം രമേശ്, ആതിര രാജീവ്, ജയ കുറുപ്പ്, അങ്ങനെ ഇതിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഓർക്കുന്ന വിധത്തിൽ പ്രാധാന്യമുള്ള വേഷങ്ങളുമാണ്. ഇതിന്റെ ക്യാമറ ഭയങ്കര ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആയിരുന്നു. ഇതിൽ ബ്യൂട്ടി ഷോട്ട്സ് ഒന്നും ഇല്ല. കഥയിലെ പല വീടുകളുടെയും വളരെ റോ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടത്തിന് ഒരു ക്ലാസ് ഫീൽ നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ അടുത്തുള്ള വീട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട് എന്നൊരു ഫീൽ, അങ്ങനെ ഒരു റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ശരൺ വേലായുധൻ നായരാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗും പൊളിയാണ്. പിന്നെ ഈ പടത്തിനെ ഇത്രയും ത്രില്ലിംഗ് അനുഭവമാക്കി മാറ്റുന്നത് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ആണ്. അന്യായ ബീജിയമാണ് കേട്ടോ. ശരിക്കും ഒരു ഇന്റർനാഷണൽ ഫിലിംസിന്റെ ഒക്കെ ഫീൽ തരുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതമാണ് ക്രിസ്റ്റോ കൊടുത്തിട്ടുള്ളത്. ഇനി പടത്തിലെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തത് നസ്രിയയുടെ ചില സമയത്തെ മേക്കപ്പ് ആണ്. പ്രത്യേകിച്ച് ഒരു സാധാരണ മിഡിൽ ക്ലാസ് വീട്ടമ്മ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ യൂസ് ചെയ്യുമോ
എന്നൊരു സംശയം തോന്നി. ചിലപ്പോൾ എന്റെ തന്തവൈബ് ഉണ്ടാവാം, സോറി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ലാസ്റ്റ് ഇത്രയും സ്പൂൺ ഫീഡ് വേണ്ടായിരുന്നു എന്ന് തോന്നി. അതേസമയം ഇതിലൊരു മെയിൻ കാര്യം അവരത് എങ്ങനെ ചെയ്തു എന്നുള്ളതിന് കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്നും തോന്നി. പിന്നെ ഇത് കണ്ടിട്ട് ഇനി മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവർ ആ ഒളിഞ്ഞു നോട്ടത്തിന് ഈ പടം ഒരു ലൈസൻസ് ആക്കാൻ ശ്രമിക്കരുത്, പണി പാളും. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റിന്റെ വളരെ കാതലായിട്ടുള്ള ചില സംഭവങ്ങൾ അത് ചില യാഥാസ്ഥിതികർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പടത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനെനിക്കൊന്നും പറയാനില്ല. ലോകം മാറി നമ്മളും മാറണം എന്നേ പറയാനുള്ളൂ. ആകമൊത്തം ടോട്ടലിൽ ഈ വർഷത്തെ മികച്ച ത്രില്ലറുകളിൽ ഒന്നാണിത്. നിങ്ങൾ എന്നെ പോലെ ത്രില്ലർ ലവർ ആണെങ്കിൽ മിസ് ചെയ്യരുത്. എനിക്ക് വർക്കായ പടമാണ്, എ ഗുഡ് ത്രില്ലർ എന്ന് ഞാൻ പറയും. ഇത് ഞാൻ തള്ളുന്നതല്ല, പെയ്ഡ് പ്രൊമോഷനും അല്ല. ആകെ 1000-2000 വ്യൂസ് മാത്രം കിട്ടുന്ന എനിക്കൊക്കെ ആര് പേ ചെയ്ത് പ്രൊമോട്ട് ചെയ്യാനാണ് ബ്രോ? ഈ ഒരു സിമ്പിൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.